ഈ വീഡിയോയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടങ്ങാം. മിഡിൽ ഈസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ വിഷയത്തിൽ നിന്ന് പോവാം. ഇറാൻ ഒരു പ്രത്യേക ഒരു വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച സിസിലിയ സല എന്ന് പറഞ്ഞ ഒരു 26-കാരിയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൃത്യമായിട്ടുള്ള കാരണം ചോദിച്ച് മടുത്തിട്ടും ഇതുവരെ ഒരു രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കാരണം എന്താണ് കുറ്റം, ഈ സിസിലിയ സല ചെയ്ത കുറ്റം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അപ്പൊ ഇറ്റലി ആണെങ്കിൽ തുടർച്ചയായിട്ട് ഇതിന്റെ പുറകിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ആ ഒരു വിഷയം തുറന്നു പറഞ്ഞത്. ഇപ്പം ഇവര് കൃത്യമായിട്ട് ഇറാൻ ആ ലേഡിയുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റത്തിനെ കുറിച്ച് ഒരു രീതിയിൽ എഴുതിയിട്ടില്ല, ഒറ്റൊരു വാക്കാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർക്കെതിരെ വെച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് നിയമമാണ്, എവിടെ വെച്ചാണ്, ഏത് രീതിയിലാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഇറ്റാലിയൻ എംബസിക്കെങ്കിലും ഈ ഒരു വിഷയം കൈമാറേണ്ടതാണ്. ആ ഒരു സാധാരണ വിഷയം പോലും ഇറാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ലേഡിയെ പിടിച്ചതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇറാൻ വേറൊരു വിഷയത്തിൽ പറയുന്നുണ്ട്. ഇറാനും ഇറ്റലിയും കൂടെ ഒരു നെഗോസിയേഷൻ ടോക്കിൽ 2 ദിവസത്തിന് മുമ്പ് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാല് ഇറാൻ കൃത്യമായിട്ട് ചോദിച്ചത്, ഇറ്റലിയുടെ കസ്റ്റഡിയിൽ ഇറാന്റെ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഇറാനിയൻ സിറ്റിസൺ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അയാളെ ചോദിച്ചുകൊണ്ടാണ് നമുക്കൊരു എക്സ്ചേഞ്ച് ആവാം എന്നുള്ള നിലയിലുള്ള ഒരു പ്രൊപ്പോസൽ വെച്ചത്. എന്താണ് എക്സ്ചേഞ്ച്? അപ്പൊ ഈ ഒരു വ്യക്തിയെ വിട്ടുകൊടുക്കണം. അതായത് മുഹമ്മദ് അദേനി നജാഫ് എന്നാണ് ഇയാളുടെ പേര്. ഈ മുഹമ്മദ് അദേനി നജാഫ് നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും, നമ്മൾ തന്നെ വാർത്തയിൽ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. ഈ മുഹമ്മദ് അദേനി നജാഫ് എന്ന് പറഞ്ഞ ആള് ഈ ജോർദാനില് 3 US സോൾജേഴ്സിനെ കൊല്ലപ്പെട്ട കേസിൽ കൃത്യമായിട്ട് US നിന്നും ഇൻഫർമേഷൻ കൊടുത്ത് ഇറ്റലിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഇതൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ജോർദാന്റെ ഉള്ളിൽ 3 അമേരിക്കൻ സോൾജേഴ്സ് വധിക്കപ്പെട്ട കേസിൽ ഈ ഒരാളെ പിടിച്ച് പ്രതിയാണ്. ഈ ഒരു പ്രതിയെ പിടിച്ച് അവിടെ ഇറ്റലിയിൽ ജയിലിൽ ഇട്ടിരിക്കുന്നത്. ഇറ്റലി അവിടെ നിന്ന് എക്സ്ട്രാഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് യുവമാര് ഒരു കുറ്റവും ചെയ്യാത്ത ഒരു ലേഡിയെ പിടിച്ച് ഒരു മാധ്യമ പ്രവർത്തകയെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം മനസ്സിലായ? മുഹമ്മദ് അദേനി നജാഫ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാല് അമേരിക്ക കൃത്യമായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റം എന്താണെന്ന് പറഞ്ഞാല് ഇയാള് ഒരു ടെക്നോളജി കൈമാറി. അതായത് ഈ ഒരു US മിലിറ്ററി ഉദ്യോഗസ്ഥരായിട്ടുള്ള ഈ 3 പേരെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നോളജി, എന്ത് ടെക്നോളജി ആണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, ടെക്നോളജിക്കൽ സപ്പോർട്ട് കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ മുഹമ്മദ് അദേനി നജാഫ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ കേസിന്റെ പേരിലാണ് ഇയാളെ ഇറ്റലിയിൽ വെച്ച് പിടികൂടുകയും US എക്സ്ട്രാഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുമായിട്ട് US നിൽക്കുന്നത്. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു മാധ്യമ പ്രവർത്തകയെ പിടിച്ചിട്ട് അതിനെ കൗണ്ടർ ചെയ്ത് അയാളെ വിട്ടു തന്നാൽ ഈ ഒരു ലേഡിയെ വിടാം എന്ന് പറയുന്നത്. അയാൾ ചെയ്ത കുറ്റവും ഈ ലേഡി ചെയ്ത കുറ്റവും ഒന്നാണോ? ലേഡി എന്ത് കുറ്റമാണ് ചെയ്യുന്നതെന്ന് തന്നെ ഇറാന് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. കൃത്യമായിട്ട് ഇറാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇറാന്റെ പ്ലേ വളരെ ക്രൂഷ്യൽ ആണ്. പക്ഷെ ഇത് ഇറാന് തന്നെ ദോഷം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇത് ഗ്ലോബലി തന്നെ ഇറാന്റെ ഉള്ളിൽ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും, ഇത് ഗ്ലോബലി തന്നെ ഇറാന്റെ ഉള്ളിൽ പോയി മാധ്യമ പ്രവർത്തനം നടത്താനും അവിടെ പണിയെടുക്കാൻ പോകാനും അവിടെ ജോലികൾക്ക് പല വിവിധ തരത്തിൽ പോകാനും ആൾക്കാർ മടി കാണിക്കും. ഇങ്ങനെ മടി കാണിക്കുന്നതിന്റെ കാരണം ആ കൺട്രിയുടെ ഈ ഒരു കൊള്ളരുതായ്മയാണ്. ഇങ്ങനത്തെ പരിപാടി, അതായത് സാധാരണ സിവിലിയൻസിനെ പിടിച്ചുകൊണ്ട്, സാധാരണ സിറ്റിസൺസിനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. അതായത് ഈ രീതിയിൽ വിജയിക്കാൻ വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാം, ഏത് ലെവൽ വരെയും തരം താഴാം, ഏത് കൊച്ചുകുട്ടിയും വേണമെങ്കിൽ പിടിച്ചു വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യാം എന്നുള്ള നിലയിലേക്ക് ഇറാൻ തരം താഴുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇറ്റലിയിൽ നിന്ന് മറുപടി ഒന്നും വന്നിട്ടില്ല. ഇറ്റാലി കൃത്യമായിട്ട് US ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. അതിനുശേഷമായിരിക്കും ഇറ്റാലി ഇതിന് മറുപടി പറയുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് ഇവർ ചോദിച്ചിരിക്കുന്നതാണ് ആ ഒരു പ്രതി, അതായത് US സോൾജേഴ്സിന്റെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള ആ ഒരു പ്രതിയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ഈ ഒരു നാടകം കളിക്കുന്നത്. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അൽ ജസീറ ചാനലിനെ ബാൻ ചെയ്തല്ലോ ഈ പാലസ്തീനിയൻ അതോറിറ്റി. അപ്പൊ അതിനെ ചൊല്ലി ഈ അൽ ജസീറ ചാനൽ ആരുടെയാണെന്നുള്ള സംശയം നമുക്കിപ്പോൾ വരുന്നുണ്ട്. കാരണം ഈ അൽ ജസീറ ചാനലിന്റെ ബാൻ എടുത്തു മാറണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ്. മനസ്സിലായി? യുണൈറ്റഡ് നേഷൻസ്, UN ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. UN കൃത്യമായിട്ട് പാലസ്തീനിയൻ അതോറിറ്റിയിലുള്ള മാധ്യമ സിൻഡിക്കേറ്റ്, അതായത് ഈ ഒരു മാധ്യമങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു സംഘടനയുണ്ട് അവിടെ. അത് ശരിക്കും അവിടെ പാലസ്തീനിയൻ സ്റ്റേറ്റിലുള്ളതല്ല, അത് പൊതുവേ ഒരു അറബ് മീഡിയാസിലുള്ള ഒരു കാര്യമാണ്. അതായത് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലെ ഇതുപോലെ ഇസ്രായേലിന്റെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ അവിടെ കൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ പാലസ്തീനികളായിട്ടുള്ള ആൾക്കാരും കുറച്ചുപേരുണ്ട് അതിൽ പണിയെടുക്കുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ ഒരു സിൻഡിക്കേറ്റ് ആണ് ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റി മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സിൻഡിക്കേറ്റിന്റെ അടുത്താണ് ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് ഒരു പ്രഷർ ഇട്ടിരിക്കുന്നത്. പ്രഷർ ഇട്ട് എന്താണ് പറഞ്ഞത്? അതായത് ഈ ഒരു അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തനം അവിടെ തടയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ആ സിൻഡിക്കേറ്റ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്:
അതായത് ഞങ്ങൾ താൽക്കാലികമായിട്ടാണ് ഞങ്ങളൊരു ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു നിരന്തരമായിട്ടുള്ള ഒരു ബാൻ അല്ല. അതായത് ഇത് പൊളിറ്റിക്കൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ആ മാധ്യമ സിൻഡിക്കേറ്റ് അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ പലസ്തീനിയൻ അതോറിറ്റിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ അതിലുപരിയായിട്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അപ്പൊ എന്തായാലും ഇതില് നമ്മൾ നോക്കുന്നത് ഇത് അൽ ജസീറയ്ക്ക് അവിടെ പ്രവർത്തിക്കാമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം UN അൽ ജസീറയ്ക്ക് ആരാണ്? അൽ ജസീറയെ പ്രൊട്ടക്ട് ചെയ്യാൻ UN എന്തിനാണ് ഇടപെടുന്നത്? അൽ ജസീറ എന്ന് പറഞ്ഞത് ഒരു ഖത്താരി ചാനലല്ലേ? ഈ ഖത്താർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫണ്ട് കൊടുത്ത് ഈ ഹമാസുകളെയൊക്കെ ഇത്ര തീറ്റിപ്പോറ്റി തീവ്രവാദികളായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരെ ഒരു സൈഡിൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തന്നെയാണ് ഈ മാധ്യമത്തിനെ ഇറക്കി വിട്ട് അവിടെ നിന്ന് വെളുപ്പിക്കുന്നത്. ഇത് രണ്ട് പ്രവൃത്തിയും ചെയ്യുന്നത് ഖത്താറാണ്. എന്നിട്ട് കൃത്യമായിട്ട് UN വന്ന് ഇതിനകത്ത് ഇടപെടുന്നു. ഇതിനകത്ത് ഇടപെട്ട ആൾക്കാരെ വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി, നമ്മൾ ഇതിനകത്ത് ഇടപെട്ട ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട ആൾക്കാരെ വ്യക്തിപരമായിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റൂ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഇവൻ UN ഈ ഒരു അനൗൺസ്മെന്റ്, ഈ ഒരു റിക്വസ്റ്റ് UN നിന്നും എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന അവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ UN ഈ ഒരു താല്പര്യം, UN അൽ ജസീറയുടെ മേളിലുള്ള ഈ ഒരു താല്പര്യം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം എത്രയോ ആൾക്കാർ UNRWAയുടെ ടാഗും ഇട്ടുകൊണ്ട് അവിടെ പോയി മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് ഈ അൽ ജസീറയുടെ ലേബലിലാണ്, ഈ അൽ ജസീറ ചാനലിന്റെ ലേബലിലാണ്, ഈ അൽ ജസീറ ചാനലിന്റെ ലേബലിലാണ് ആ ഗാസ മൊത്തം നിരങ്ങിയതും ഈ ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും. എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് റോക്കറ്റ് വിട്ടതിൽ വരെ ഈ UNRWAയുടെ ഈ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് ഇവരുടെ പ്രവർത്തനവും അഴിഞ്ഞാട്ടവും. ഇവർ കംപ്ലീറ്റ്ലി ബയാസ്ഡ് ആണ്. ബയാസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് മാത്രമേ കൊടുക്കൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ടീമുകളാണ് ഈ അൽ ജസീറ. എനിവേ ഇതാണ് ഈ ഒരു, അതായത് ഇതൊരു ഹൈലൈറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ UN ഒരു പ്രൈവറ്റ് മാധ്യമത്തിന് വേണ്ടി വന്ന് നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ, യുണൈറ്റഡ് നേഷൻസ് പോലത്തെ ഒരു ഗ്ലോബൽ സംഘടന ഒരു പ്രൈവറ്റ് മാധ്യമ കമ്പനി ആയിട്ടുള്ള അൽ ജസീറയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത്, ഇതുപോലത്തെ ഒരു മോശം പ്രവൃത്തി നമ്മൾ ഈ സമീപ ഭാവിയിൽ എങ്ങും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് UN അധപ്പതിച്ചിരിക്കുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. ഇത് ഒരു പക്ഷേ വലിയ രീതിയിൽ പൊട്ടിത്തെറികൾക്ക് സാധ്യത ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാർത്തയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യ യമന്റെ ഉള്ളിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഈ ഒരു അറ്റാക്ക് നടന്നത്. വ്യാഴാഴ്ച ടു വെള്ളിയാഴ്ച രാത്രി ആ ഒരു ഈവനിങ്ങിലാണ് ഈ ഒരു അറ്റാക്ക് നടന്നത്. ഇതില് ഒരു യമനി പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആഫ്രിക്കൻ റെഫ്യൂജി വൂണ്ടഡ് ആണ്, പരിക്കേറ്റിട്ടുണ്ട്. ഇതാണ് പ്രാഥമികമായിട്ട് വരുന്ന റിപ്പോർട്ട്. അതിൽ കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സൗദി അറേബ്യ ഇത് എന്തിനു വേണ്ടി അറ്റാക്ക് ചെയ്തു, ഇത് എന്ത് കാരണം കൊണ്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് യമൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ യമൻ സൗദി അറേബ്യയെ ഈ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് വല്ലതും ചെയ്യുന്നതാണോ, ഇല്ലാന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ആ ഒരു ചെയ്തതാണ്, ഇല്ലെങ്കിൽ സൗദി അറേബ്യ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതാണോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസും രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ യമൻ കൺഫേം ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ ഇന്ന് ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യമൻ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു യുദ്ധത്തിനെ അടുത്ത ലെവലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഒരു സൂചനയായിട്ടായിരിക്കും അഥവാ സൗദി അറേബ്യ ഈ ഒരു ആക്രമണം ഇന്റൻഷനലി നടത്തിയിട്ടുണ്ടെങ്കിൽ. സിറിയയുടെ ഉള്ളില് വെള്ളിയാഴ്ച പുലർച്ചെ സിറിയയുടെ ഉള്ളില് ഹൽഖല എന്ന് പറഞ്ഞ ഒരു എയർപോർട്ടിൽ ഒരു മാസീവ് ബ്ലാസ്റ്റ് ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാസീവ് ബ്ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടും ഇത് എന്തിനു വേണ്ടി സംഭവിച്ചു, ഇത് സിറിയക്കുള്ളിൽ ആരാണ് നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള യാതൊരുവിധ വാർത്തയും പുറത്തു വന്നിട്ടില്ല. ഈ ഒരു എയർപോർട്ടിന്റെ ഭാഗത്ത് ആയുധങ്ങളുടെ ശേഖരം ഉണ്ടായിരുന്നു, അവിടെയാണ് ആക്രമണം നടത്തിയത്, അത് ഇസ്രായേലാണ് നടത്തിയത് എന്നുള്ള നിലയിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് ഇതുവരെ പ്രോപ്പറായിട്ട് രണ്ട് കൺട്രീസിന്, അതായത് സിറിയയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് കാരണത്തിനാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഇത് 99.9% ഇസ്രായേൽ നടത്തിയതാണെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഇന്നലെ ഖത്താറിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു നെഗോസിയേഷൻ ടോക്ക്, ഈ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നെതന്യാഹു പറഞ്ഞത്, ഇനി നിങ്ങൾ ഖത്താറിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ട, ഇത്തവണ പോയിരിക്കുന്ന അവിടെ സ്റ്റേ ചെയ്ത് ഈ ഒരു ബന്ദികളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് ഈ ഒരു ഇസ്രായേൽ റെപ്രസെന്റേറ്റീവ്സ്, ഈ ഒരു ബന്ദികളുമായിട്ട് ഉള്ള ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയ ഇസ്രായേലി റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ഇസ്രായേലി നെഗോഷിയേറ്റേഴ്സ് അവര് ദോഹയിൽ തന്നെയായിരിക്കും താമസിക്കുന്നത്. അവർ ഇനി 2-3 ദിവസം താമസിച്ച് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ വരുള്ളൂ. അപ്പൊ ഹമാസ് അവിടെ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നല്ല രീതിയിൽ വഴക്ക് കൂടി നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ റെഡിയാണ്. കാരണം ഇപ്പൊ അവിടെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ ആരും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൗത്ത് ഗാസ വരെ വന്ന് ഇസ്രായേൽ ക്ലിയർ ആയിട്ട് അടിച്ചു പിറക്കി തൂത്ത് കളഞ്ഞിരിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് ഇനി എവിടെയെങ്കിലൊക്കെ ഇരുന്ന് 1-2 റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ അതും കൃത്യമായിട്ട് തപ്പിപ്പറക്കി പോയി ഇസ്രായേൽ കൃത്യമായിട്ട് അടിച്ചൊതുക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവിടെ ഇനിയിപ്പോ ഈ ഹോസ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഉള്ളൂ ഇസ്രായേലിന്. വേറെ ഗാസയ്ക്കുള്ളിൽ ഇനി വേറെ വിഷയം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഗാസ അണ്ടർ IDF പ്രൊട്ടക്ഷനിലാണ്. ഇനി 1-2 റോക്കറ്റ്സ് എവിടെയെങ്കിലും ചിലപ്പം പെട്ടെന്ന് ചോര തിളച്ചിട്ട് എവിടെയെങ്കിലും വരുന്നെങ്കിൽ തന്നെയും അത് പെട്ടെന്ന് തന്നെ ഇസ്രായേലിന് കൺട്രോൾ ചെയ്യാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് ഗാസ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും കൂടെ കൂട്ടാടി അവിടെയാണ്, എവിടെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ പാലസ്തീനിയൻ അതോറിറ്റിയുമായിട്ടാണ് ഇപ്പൊ കൂട്ടാടി. അതിപ്പോ നടന്ന ഒരു തീരുമാനത്തിൽ എത്തട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്തായാലും ഈ ഒരു ജുദയ സമാരിയ അനക്സേഷൻ ഉടനെ തന്നെ വരുമല്ലോ. അത് വരുമ്പോഴത്തേക്കാണ് പിന്നീട് ഇവന്മാരെല്ലാം ഒന്ന് ഒരുമിക്കാൻ പോകുന്നത്. അതുവരെ ഇസ്രായേലിന്റെ കയ്യിലുള്ളത് ഈ ഒരു ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇരുന്ന് ആലോചിച്ച് തീരുമാനം എടുത്ത് 2-3 ദിവസം അവിടെ റൂം എടുത്ത് താമസിച്ച് ഈ ഒരു വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് വന്നാൽ മതി എന്നാണ് നെതന്യാഹുവിന്റെ ഓർഡർ. വെള്ളിയാഴ്ച രാത്രി ജർമ്മനിയിൽ ബെർലിനിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ട് ഒരു ബ്ലാസ്റ്റ്. ഇത് ജർമ്മനിയിൽ സംഭവിക്കും. കാരണം ഈ ജർമ്മനി ഇനിയിപ്പോ എതിരായിട്ട് ജർമ്മനി ഇപ്പൊ ഈ റെഫ്യൂജികളില്ലേ, ഈ ഒരു കയറിപ്പോയ ആൾക്കാർ, ഈ സിറിയയിൽ നിന്ന് അവിടെ പോയി താമസിക്കുന്ന ഈ ഒരു റെഫ്യൂജികളുണ്ട്, ജർമ്മനിയിൽ ഇപ്പൊ സർക്കാരൊക്കെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവിടെ യുവമാർക്ക് എതിരെയുള്ള ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞാല് ഈ ജർമ്മൻ ഫാർ റൈറ്റ്, അതായത് ജർമ്മനി ഓൺലി ഫോർ ജർമ്മൻസ് എന്നുള്ള ശ്ലോകവുമായിട്ടാണ് ആൾക്കാർ ഫുള്ള് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഇപ്പൊ യുവമാർ അവർക്കെതിരെയുള്ള തീവ്രവാദ നടപടിക്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ കൊണ്ട് വെച്ച് പൊട്ടിക്കും എന്നുള്ളത് നമുക്ക് ഒരു പിടുത്തമില്ല. ആ രീതിയിലാണ് ഇവന്മാർ പെരുമാറുന്നത്. കാരണം ഇവിടെ നിന്ന് കയറിപ്പോയ ആൾക്കാരെല്ലാം മറ്റേ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആൾക്കാരാണ്. അപ്പൊ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫണ്ടമെന്റലിസത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവിടെ മൊത്തം കയറിപ്പോയിരിക്കുന്നത്. കാരണം ഇത് ഉണ്ടായ സ്ഥലം തന്നെ ഈ സിറിയ ഇറാഖ് ആണല്ലോ. ഇവിടെ നിന്നാണ് മൊത്തം റെഫ്യൂജികളും കയറിപ്പോയിരിക്കുന്നത്. ഇവന്മാരുടെ തലച്ചോറിൽ മൊത്തം ഇതാണ്, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് വിരലനയ്ക്കാൻ മതി, എന്തെങ്കിലുമൊക്കെ വെച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവന്മാരുടെ തലച്ചോറിൽ ആദ്യം വരുന്നത്. അതിപ്പോ അടുത്തത് ജർമ്മനിയിൽ ക്രിസ്മസ് അറ്റാക്ക് കഴിഞ്ഞതായപ്പോ ഇപ്പൊ ഒരു ബോംബ് ബ്ലാസ്റ്റ്. ഇതിനകത്ത് എത്ര കാഷ്വാലിറ്റി ഉണ്ടായി, എന്താണ് ഏതാണെന്നതിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ ജർമ്മൻ സർക്കാർ പുറത്തു വിട്ടിട്ടില്ല. ഇനിയിപ്പോ വൈകി അറിയാൻ പറ്റും എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ ഇപ്പൊ അടുത്ത ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ US-ഉം ജർമ്മനിയും തന്നെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. കാരണം ഇവർക്കെതിരെ ആരൊക്കെ നടപടികൾ എടുക്കുന്നോ ഇതൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെടും. പിന്നെ US ഒരു സൈഡിൽ ഇവിടെ ഈ സിറിയക്കുള്ളിൽ ഈ ഒരു ടീമുകൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സിറിയക്കുള്ളിൽ കയറിയിരിക്കുന്ന ഈ ഒരു HTS എന്ന് പറഞ്ഞ യുവമാർ ഇതേ സെയിം സംഘടനയാണ്. യുവമാരെ ഒരു സൈഡിൽ സിറിയയിൽ സിറിയയുടെ ഒരു നാച്ചുറൽ നിങ്ങൾ നോക്കിയോ. ഈ സിറിയയിൽ വന്ന ഒരു കഷ്ടകാലമേ. സിറിയയിൽ ഇപ്പൊ ഈ തലപ്പത്ത് കയറിയിരിക്കുന്ന ഈ ആൾക്കാർ HTS എന്ന് പറഞ്ഞ ആൾക്കാരെ 4 വർഷത്തേക്കാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അത് 4 വർഷത്തേക്ക് അയാൾ ഒരു ഡ്യൂറേഷൻ ഇട്ടിട്ടാണ് ഇലക്ഷന്റെ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. അപ്പൊ 4 വർഷം കൊണ്ട് ഇനിയിപ്പോൾ അവർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കി കാണേണ്ടത്. ഈ 4 വർഷം കൊണ്ട് നിങ്ങൾ നോക്കൂ, സിറിയയുടെ ഒരു ഭാഗം മൊത്തം തുർക്കി കൈയടക്കി വെച്ചിരിക്കുകയാണ്. മറ്റൊരു സൈഡിൽ കുർദിഷ് ആ മേഖല കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇനിയൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അലപ്പോ ഉൾപ്പെടെയുള്ള ഹമ ആ ഏരിയയിൽ ഉൾപ്പെടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മൈനോറിറ്റീസ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ്, അതേപോലെ തന്നെ അലാവൈറ്റ് ഗോത്രം, അങ്ങനെ കുറച്ച് ഷിയ മൈനോറിറ്റീസ് എല്ലാം കൂടെ ആ ഏരിയ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോലാൻ ഹെറ്റ്സ് ഭാഗം തൊട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൊനെഡ്ര വരെയൊക്കെ ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ പല രാജ്യങ്ങളും അവിടെ ഷെയർ ഹോൾഡേഴ്സ് ആണ് ആ സിറിയ ലാൻഡിൽ. എന്നിട്ട് ഇവര് ഈ ഒരു HTS എന്ന് പറഞ്ഞ ഒരു സംഘടനയെ അവിടെ നിർത്തിക്കൊണ്ട് ഇവർക്ക് വേണ്ട രീതിയിൽ പല തീവ്രവാദികളെയും അവിടെ നിന്ന് ട്യൂൺ ചെയ്യാണ്. അതായത് ആർക്കാണോ ആവശ്യം അവർക്ക് കൃത്യമായിട്ട് പൈസ കൊടുത്ത് അവരെ സ്വാധീനിച്ച് അവരെ മറ്റവർക്കെതിരെ തിരിക്കുക, ഇവരെ അവർക്കെതിരെ തിരിക്കുക, തുർക്കി US-നെതിരെ തിരിക്കുക. അപ്പൊ ഇങ്ങനെ ഇവർ കൃത്യമായിട്ട് അവിടെ ഒരു ചെസ് ഗെയിം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് തീവ്രവാദികൾക്ക്. അവർ കൃത്യമായിട്ട് ഫണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് യുവമാരുടെ അടുത്ത് നിന്ന് തന്നെ ഫണ്ട് ഉണ്ടാക്കി യുവമാരെ തന്നെ തിരിച്ചടിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. US-ൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കി US-നെ തന്നെ അടിക്കുകയാണ് തിരിച്ച്. അപ്പൊ അതിന് കൃത്യമായി ഇവർക്ക് ആൾക്കാരെ കൃത്യമായി ഇവർ സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ഏൽപ്പിക്കും, പൈസ കൊടുത്ത് ഇവരെ ഹയർ ചെയ്യും, ആൾക്കാരെ അവിടെ വെച്ച് പൊട്ടിക്കും. ജർമ്മനിയിൽ പൊട്ടിക്കാൻ പിന്നെ ആൾക്കാരെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പൊട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ US-ൽ കുറെ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സർവൈലൻസ് കൂടുതലാണല്ലോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ആൾക്കാരെ ഹയർ ചെയ്ത് അവർ നടപ്പിലാക്കും. ഇതുപോലത്തെ ഇനിയും തുടരെ കാര്യങ്ങൾ കാണാൻ കഴിയും. കാരണം ട്രംപിന്റെ ഭരണമാണ് വരാൻ പോകുന്നത്. ട്രംപ് ശരിക്കും പറഞ്ഞാല് ഈ ഒരു തീവ്രവാദത്തിനെതിരെ വളരെ ശക്തമായിട്ട് ഘോരെ പ്രസംഗിച്ച ആളാണ് ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ. അതുപോലെ ഈ തുൾസി ഗബ്ബാർഡ് എന്നൊക്കെ പറയുന്നത് ഇതേപോലെ തീവ്ര നിലപാടിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു ഇന്റലിജൻസ് ഓഫീസറാണ് അവിടെ ഇപ്പോൾ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ US-ന്റെ ഉള്ളിൽ ഇനിയുള്ള നാൾക്കൾ തുടരെ ഈ ഒരു അറ്റാക്കിന് സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുർക്കി അതേപോലെ തന്നെ സിറിയക്കുള്ളിൽ ഈ ഒരു കുർദുകളുടെ മേഖലയിൽ 2 ഡ്രോൺ അറ്റാക്കാണ് നടത്തിയത്. പുതിയ അറ്റാക്കാണ്, ഫ്രഷ് അറ്റാക്ക്. ഇത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് നടത്തിയത് ഡ്രോൺ അറ്റാക്ക്. 10-15 കാഷ്വാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. കൃത്യമായ കാഷ്വാലിറ്റീസ് എത്രയാണെന്ന് പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ തുർക്കി ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഈ തുർക്കി ഇങ്ങനെ ഈ ഒരു HTS-നെ സ്വാധീനിച്ചിട്ട് ഞാൻ ഇന്ന് കുർദുകളുടെ മേളിൽ 2 അറ്റാക്ക് നടത്തിക്കോളാം എന്ന് തുർക്കി അവരുടെ നിലപാടങ്ങ് നടത്തും.
തുർക്കി അവരുടെ ആവശ്യങ്ങൾ നടത്തും. HTS പറയും ഓക്കെ നടത്തിക്കോന്ന് പറയും. അമേരിക്ക പറയും ഞാനൊരു 2 അറ്റാക്ക് ഇവിടെ നടത്തുന്നുണ്ട്, അവരും ഓക്കെയാണ്. ഇസ്രായേൽ പറയും ഞാൻ 2 അറ്റാക്ക് നടത്തുന്നു, അവർ ഓക്കെ. ആ രീതിയിലാണ് കാര്യങ്ങൾ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. HTSന് വേണ്ടത് എന്താണ്? കൃത്യമായിട്ട് ഈ ഒരു മൈനോറിറ്റിയുടെ മേളിൽ ആക്ഷൻ എടുക്കുക എന്നുള്ളത്. അവർ മറ്റേ അലോവൈറ്റിനെയും ക്രിസ്ത്യൻസിനെയും കുറച്ചുകൂടെ അവിടെ ഇരിക്കുന്ന മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബഷർ അൽ അസാദിന്റെ കീഴിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സിലബസുകളെല്ലാം മാറ്റിയിട്ട് ഇവർ കൃത്യമായിട്ട് സലഫിസം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സിലബസ് ആക്കിയിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ഇവർ എല്ലാ കാലത്തും ഈ തീവ്രവാദികൾ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഗാസയിൽ നടക്കുന്നത് ഇതേപോലെ തന്നെയാണ്. ബ്രെയിൻ മാപ്പിംഗ്. എന്തിനാണ് ഈ ഒരു വിഷയം ചെയ്യുന്നത്? നിങ്ങൾ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് നിങ്ങൾ മതം പഠിപ്പിച്ചു നോക്കൂ, അവർ പഠിക്കൂല. അവർ കൃത്യമായിട്ട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇത് തിരിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത പ്രായത്ത് ഈ സാധനം കൊണ്ട് അങ്ങോട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ തിരിച്ചൊന്നും ചോദിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒറ്റ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇറാന്റെ ഒരു എക്സ്പെർട്ട് ഹെഷ്മത്തുള്ള എന്നാണ് ഇയാളുടെ പേര്. ഹെഷ്മത്തുള്ള. ഈ ഹെഷ്മത്തുള്ള എന്ന് പറയുന്ന ആള് ഇറാന്റെ ഒരു എക്സ്പെർട്ടാണ്, പൊളിറ്റിക്കൽ എക്സ്പെർട്ട്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ പ്രയോറിറ്റി ഇറാൻ അല്ല. ട്രംപിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതായത് നല്ല രീതിയിൽ, അതായത് ട്രംപ് ഇറാൻ അങ്ങോട്ട് പരിപോഷിച്ച് വളരണമെന്നോ അല്ലെങ്കിൽ ഇറാൻ നല്ല രീതിയിൽ ഫ്ലറിഷ് ആവണമെന്നോ ഉള്ള ആഗ്രഹമുള്ള ആളല്ല ട്രംപ്. ട്രംപ് എന്നല്ല, US ആർക്കും തന്നെ ആ ഒരു താല്പര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട്, അതായത് എന്തിനാണ് ഇത് ഇയാൾ കൗണ്ടർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, ഇത് ആ ഒരു ലേഡിയില്ലേ, ഒരു മാധ്യമ പ്രവർത്തക, ഇറ്റലിയിലുള്ള മാധ്യമ പ്രവർത്തകർ പിടിച്ചു വെച്ചിട്ട് ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഈ ഒരു റോങ് ഡീൽ, ഇത് കൃത്യമായിട്ട് റോങ് ഡീലാണ്. ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾ ഒരു ഷൈനസ്, നാണമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കത്തില്ല. ആ രീതിയിലാണ് പുള്ളി ഇതിനെ ചോദിച്ചിരിക്കുന്നത്. അത് ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും പാടില്ല. നിങ്ങൾ റിയലി ഏതെങ്കിലും ക്രൈം ചെയ്ത ആള് ഈ ഒരു ഇറ്റലിയുടെ ഭാഗത്തുള്ള ആൾക്കാർ നമ്മുടെ ജയിലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാർഗൈൻ ചെയ്യും. അല്ലാതെ പെട്ടെന്ന് പോയി ഒരു സാധാരണ ഒരു മാധ്യമ പ്രവർത്തകയെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്ലോബലി തന്നെ നമുക്കൊരു റോങ് പെർസെപ്ഷനാണ് ഉണ്ടാക്കുക. ഇറാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഭീകര രാജ്യമായിട്ട് ആൾക്കാർ കരുതും. കാരണം ഈ ഭീകരവാദികളാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്, അല്ലാതെ സാധാരണക്കാർ ഇങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് അയാൾ കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് ആണ് ഇറാന് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും ഇറാനും തമ്മിലുള്ള ഒരു പ്രശ്നം, അതായത് അവിടെ ഒരു ഡാം, ഹെൽമണ്ട് എന്നൊക്കെ പറയുന്ന ഒരു റിവറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റിവറിൽ ഒരു അഡീഷണൽ ഡാം ആണ് അഫ്ഗാനിസ്ഥാൻ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഇറാൻ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു റിവറിനെ, വെള്ളത്തിനെ പൊളിറ്റിക്കലൈസ് ചെയ്യരുത് എന്നുള്ള ഒരു വാണിംഗ് ആണ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. സോഫാർ നമ്മുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു വെള്ളം ഇങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറാനിലേക്ക് വരുന്ന വെള്ളവും ഇതിനകത്ത് തടസ്സപ്പെടും. അതുപോലെ തന്നെ ഇത് കടന്നു പോകുന്നത് തുർക്ക്മെനിസ്ഥാനിലോട്ടാണ്. ഈ തുർക്ക്മെനിസ്ഥാനിലാണ് ഏതാണ്ട് 74% വെള്ളം തുർക്ക്മെനിസ്ഥാനിലോട്ട് പോകുന്ന വെള്ളം തടസ്സപ്പെടും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇറാന്റെ ഒരു ഡിപ്ലോമാറ്റിക് ഡയലോഗാണ്. കാരണം തുർക്ക്മെനിസ്ഥാനെയും ഇതിനകത്ത് കൂട്ടുപിടിച്ച് അഫ്ഗാനിസ്ഥാനെതിരെ കൊണ്ടുവരാനുള്ള ഒരു തത്രപ്പാടാണ് ഈ മറ്റുള്ള രാജ്യങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുന്നത്. അതൊക്കെ നല്ലത് തന്നെയാണ്. എല്ലാവരും കൂടെ കൂടി ചേർന്ന് സംസാരിച്ച് അതിനൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ താലിബാൻ ഈ ഒരു ഡാം വളരെ വളരെ അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഡ്രൈ ലാൻഡ് സൈഡിൽ നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഡാം എന്നാണ് താലിബാൻ ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ അവിടെ ഡാം പണിയാൻ തന്നെ ഉറപ്പിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇതിനെ ചൊല്ലിയുള്ള തർക്കം രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ പിരിമുറുക്കം കൂടുതൽ വഷളായി വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സുക്കോയ് 27 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ഒരു വിമാനത്തെ, അതായത് ഉക്രൈനിയൻ വിമാനം, ഉക്രൈൻ ഫോഴ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിമാനമാണ് സുക്കോയ് 27 എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിൽപ്പെട്ട വിമാനത്തിനെ റഷ്യ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു സുപ്രധാന വാർത്തയായിട്ടാണ് റഷ്യൻ സൈഡിൽ നിന്ന് പറയുന്നത്. റഷ്യൻ സൈഡിൽ മാത്രമല്ല, അത് പൊതുവെ ഗ്ലോബലി തന്നെ സംസാരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ കുറെ നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെയൊക്കെ വധിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും കാഷ്വാലിറ്റി ഉണ്ട്. പക്ഷെ പൊതുവെ കുറച്ച് വീക്കായിരിക്കുന്നത് ഉക്രൈൻ സൈഡാണെന്നാണ് പൊതുവിലെ പറയപ്പെടുന്നത്. റഷ്യ കുറച്ച് സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. US ജപ്പാനുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് സെയിൽ എഗ്രിമെന്റ് ആണ്. എന്തിന്റെ സെയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസൈൽ സെയിൽ എഗ്രിമെന്റ് ആണ്. ഏതാണ്ട് 3.64 ബില്യൺ വർത്ത് വരുന്ന മിസൈൽ സെയിൽ എഗ്രിമെന്റ് ആണ്. ആ മിസൈൽ വൈകാതെ തന്നെ ജപ്പാനിൽ എത്തിക്കും എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ചൈനയുടെ ആ ഒരു ഏരിയയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ചൈനയുടെ ഒരു കൗണ്ടർ പാർട്ടിന് വേണ്ടിയിട്ടാണ് ജപ്പാൻ ഈ ഒരു മിസൈൽ കൊടുക്കുന്നത്. സിറിയയിലെ അസാദ് പോയിസൺഡ് ആണെന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അതിനെക്കുറിച്ച് വ്യക്തമായ ആധികാരികതയോടുള്ള വാർത്ത റഷ്യൻ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനിതിവിടെ സ്ക്രീൻഷോട്ട് വെക്കാൻ നിങ്ങൾ നോക്കിക്കോളൂ. ഈ ന്യൂസ് എല്ലാം ഇങ്ങനെ എഴുതിയാൽ തന്നെയും കൃത്യമായിട്ട് ഇതിനകത്ത് അവസാനം ഒരു ഡിസ്ക്ലൈമർ പോലെ വെക്കുന്നുണ്ട്, ഇതൊന്നും അത്തോറൈസ്ഡ് ആയിട്ട് വന്ന വാർത്തകളല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് പരാമർശിക്കാത്തത്. കാരണം ഒരു വാർത്ത അത്തോറൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ.
അയാൾ കഴിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അയാൾക്ക് കുറച്ച് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടായി, കഫ് ഉണ്ടായി. അതിനുശേഷം വളരെ സിവിയർ ആയിട്ട് അയാൾ വോമിറ്റിംഗ് ചെയ്തു. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അയാൾക്കൊരു പേടി ഉണ്ടായി, ഇത് സംഭവം എന്തെങ്കിലും പോയിസണേറ്റഡ് ആണോ, ആരെങ്കിലും നമ്മളെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുമായിട്ട് വന്നതാണോ എന്നുള്ള ഒരു പേടിയിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. ആ ഒരു പറഞ്ഞ മൊമെന്റിലാണ് ഈ ഒരു വാർത്ത സ്പ്രെഡ് ആയത്. പക്ഷെ അതിനുശേഷം ഇത് വ്ളാഡിമിർ പുടിന്റെ ക്രെംലിനിലിരുന്നോ അല്ലെങ്കിൽ ഇത് അസാദിന്റെ സൈഡിൽ നിന്നോ ഒരു രീതിയിലുള്ള കൺഫർമേഷൻ ആയിട്ടുള്ള വാർത്തകളും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പൊ ആ വാർത്ത അതോടെ നമ്മൾ നിർത്തുകയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ GDP. ഇന്ത്യയുടെ GDPയുടെ ഗ്രോത്ത് ഏതാണ്ട് 7.2% ആയിട്ട് പ്രഡിക്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഉയർന്നിട്ടുണ്ട്. 7.2% പ്രഡിക്ട് ചെയ്യുന്നത് ഈ ഒരു നെക്സ്റ്റ് ക്വാർട്ടറും കൂടെ ഫിനിഷ് ആകുമ്പോഴാണ്. അതായത് നമ്മളുടെ ലാസ്റ്റ് ക്വാർട്ടർ, അവസാനത്തെ 3 മാസം, ജനുവരി ഫെബ്രുവരി മാർച്ചോടുകൂടി നമ്മളുടെ ഫിസിക്കൽ ഇയർ 2024-25 ഫിനിഷ് ആവും. ആ ഒരു ടൈമിൽ നമ്മൾ 7.2% ഗ്രോത്ത് റേറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗ്രോത്ത് കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത് GDPയിൽ. അതുപോലെ തന്നെ നമ്മളുടെ ഫോറിൻ റിസർവ് ഫണ്ട് നമ്മൾ ഏതാണ്ട് $700 ബില്യൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അതെന്തായാലും കുറച്ച് സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ ഫോറിൻ റിസർവ് ഫണ്ട് വീണ്ടും $700 മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല സൂചനയാണ്. ഇതിങ്ങനെ തന്നെ നിലനിർത്തി പോകണം എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ഗ്രോത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ഫ്ലക്ച്വേഷൻസ്, ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ ഒരു ഹ്യൂജ് ഫണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത് തുടരെ 50 ബില്യൺ 100 ബില്യൺ എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് നിന്ന് എടുത്ത് ചെലവാക്കരുത്. അതായത് നമ്മൾ ഈ ഗോൾഡ് ഇറക്കി വെക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്, ഡബിൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഗോൾഡായിട്ട് മാറ്റി നമ്മളുടെ ഗോൾഡ് ശേഖരത്തിൽ കൊണ്ടുവെക്കുന്നതിൽ തെറ്റില്ല. അല്ലാതെ ഇനിയിപ്പോ ഈ 700-ൽ നിന്ന് ഇനിയും എടുത്ത് സ്വർണം മേടിച്ചുകൊണ്ട് അത് ഒരു ഡെഫിസിറ്റ്, ഇത് ഇറക്കുമതി കയറ്റുമതിയിൽ ഒരു ഡെഫിസിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഗ്രോത്ത് കുറയും. ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മണിയുടെ വാല്യൂ ഇടിയും. റുപ്പിയുടെ വാല്യൂ ഇടിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികം ഇൻവെസ്റ്റ്മെന്റുകൾ കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവേണ്ടതാണ്. അത് പോകുമെന്നാണ് കരുതുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബുവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് പ്രബുവോ സുബിയാന്തോ. പുള്ളി ഈ നമ്മളുടെ ബ്രഹ്മോസ് മിസൈൽ അയാൾ വാങ്ങിക്കാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിനെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. കാരണം അടുത്ത് ഇന്തോനേഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി തന്നെ ഫിലിപ്പൈൻസിന് നമ്മൾ ബ്രഹ്മോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിയറ്റ്നാമിന്റെ ഓർഡർ ഏതാണ്ട് $1 ബില്യൺ വർത്തിന്റെ ഓർഡറാണ് വിയറ്റ്നാം എടുത്തു വെച്ചിരിക്കുന്നത്. 700 മില്യണിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ബ്രഹ്മോസ് മിസൈൽ കൂടാതെ കുറച്ചും കൂടെ ഐറ്റംസ് അവർ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു പർച്ചേസ് വോളിയം എന്ന് പറഞ്ഞത് 1 ബില്യൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. വിയറ്റ്നാം ഇന്ത്യയുമായിട്ട് വെച്ചിരിക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ 1 ബില്യന്റെ കരാറാണ്. അതിനെ തുടർന്നാണ് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് വർഷത്തിൽ 2-3 ഇതേപോലെ ചെറിയ കച്ചവടങ്ങൾ നടന്നാൽ മതി. നമ്മളുടെ ഡിഫൻസ് മേഖല, നമ്മളുടെ മാനുഫാക്ചറിങ്, ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറയുന്നത് വളരെ ഫ്ലോറിഷ് ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ സഹായകരമാവും. അത് ഈ ഒരു സ്റ്റേജിൽ മാൽഡീവ്സിന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ദുല്ല ഖലീൽ ഇന്ത്യയിലുണ്ട്. 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അപ്പൊ അതിൽ പുള്ളി ആസ് യൂഷ്വൽ ബൈലാറ്ററൽ എഗ്രിമെന്റ്സ്, അതേപോലെ തന്നെ എക്കണോമിക്, ട്രേഡ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാരിടൈം സെക്യൂരിറ്റി. അതാണ് സംഭവം. ഈ മാരിടൈം സെക്യൂരിറ്റി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? മാരിടൈം സെക്യൂരിറ്റി ആണ് ഈ മൊയ്സു വന്നപ്പോഴത്തേക്കും എടുത്തു കളഞ്ഞത്. ഏതാണ്ട് 84 സോൾജേഴ്സ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഡോണിയർ വിമാനം കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള പൈലറ്റും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 84 പേരെ അവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മാൽഡീവ്സിൽ. അപ്പൊ ഈ മൊയ്സ് വന്നിട്ട് ഭയങ്കര കോലാഹലങ്ങളെ കാണിച്ചത്. അവന്റെ സ്വഭാവം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ രീതിയിലുള്ള കംപ്ലീറ്റ് പിന്നെ എന്തൊക്കെ ഇന്ത്യക്കെതിരെ പറയാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ മിനിസ്ട്രിയിലൊക്കെ ഈ ഒരു മൊയ്സുവിന്റെ മിനിസ്ട്രിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇന്ത്യക്കാരെ പല രീതിയിലും അധിക്ഷേപിച്ചുള്ള പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇന്ത്യ കൊടുക്കേണ്ട പണി കൃത്യമായിട്ട് കൊടുത്തു. ഇപ്പൊ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൊയ്സു ചൈനയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത അവസ്ഥയിലാണ് അവിടെ ജീവിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഈ മാരിടൈം സെക്യൂരിറ്റിയെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഒരു സ്റ്റാർട്ടപ്പ് മൂവ്മെന്റ് ആണ്. വീണ്ടും മാൽഡീവ്സിൽ ഇന്ത്യൻ സോൾജേഴ്സ് അവിടെ ധൈര്യപൂർവ്വം വീണ്ടും പോയി നമ്മളെ ഇന്ത്യൻ കൊടിയോടുകൂടി അവിടെ നമ്മൾ നിൽക്കും എന്നുള്ളതാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.